മഹത്വം. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. ഇത് എപ്പോഴും ഈ റോമാ 10:9 എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം. ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ്, ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത് അല്ലേ. ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ്, ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞു തരണത് അല്ലേ. അപ്പോൾ യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയണം. ഏറ്റുപറച്ചിൽ എപ്പോഴും പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പ്രാർത്ഥനയെന്ന് പറയും, പ്രഖ്യാപനം എന്ന് പറയും. പിന്നെ യേശു കർത്താവാണെന്ന് നമുക്ക് പ്രഖ്യാപനം ഏറ്റുപറച്ചിലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നതിൻ്റെ ഒരു ഭാഗം എന്താണ്? പ്രാർത്ഥനയാണ്. പിന്നെ എന്താണ്? പ്രഖ്യാപനം തന്നെ. അതുപോലെ തന്നെ ഏറ്റുപറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? അത് പരസ്യ പ്രഖ്യാപനമാണ്. ഏറ്റുപറയണ എങ്ങനെയാണ്? ഏറ്റുപറയണ വീട്ടിലിരുന്ന് ഏറ്റുപറയാൻ പറ്റത്തില്ല, അതിന് 10 മനുഷ്യരുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രഹസ്യ പ്രാർത്ഥനയില്ലേ വീട്ടിലിരുന്നുള്ള, അതിനൊക്കെ മാർക്ക് കുറഞ്ഞു പോണ കാര്യം പ്രാർത്ഥന ഏറ്റുപറച്ചിലാണ്. ബൈബിളിൽ ഏറ്റുപറയണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മനുഷ്യർ വേറെ ഉണ്ടാകും. അതാണ് സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. ഇപ്പം മെൻ്റൽ പ്രയർ, സ്വകാര്യ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാലും അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന ഗോൾഡാകണതിൻ്റെ കാരണം ഏറ്റുപറച്ചിൽ സമൂഹപരമായത് കൊണ്ടാണ്. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എടുത്ത് വചനം എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 10:32. മത്തായി 10:32. ഈ പ്രാർത്ഥന അങ്ങോളം എത്തുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് യൂട്ടേൺ അടിക്കും സാധനം. മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ അതാണ് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. അതാണ് കുടുംബ പ്രാർത്ഥന. എന്താണ്? കൊച്ചും കുഞ്ഞും വരുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുടുംബത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പന് 10 മക്കൾ. അപ്പോൾ 10 മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൂത്ത മക്കളെ +2 പഠിക്കണത്. എല്ലാം ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. എന്ത് രസമാണെങ്കിൽ എല്ലാം കൂടി ഇരിക്കും. അപ്പനും ഈ കുഞ്ഞുങ്ങളായിട്ടിരുന്ന് കളിക്കണം, കാണാൻ നല്ല രസമാണ്. അത് ഭയങ്കര രസമാണ് അത് കാണാൻ. അപ്പോൾ അതുപോലെ ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കണത് ഒരു സമൂഹപരമായ ഏറ്റുപറച്ചിലാണ്. നിങ്ങളവർക്ക് അവൻ വരണില്ല, ഇവൻ വരണില്ല, ഞാനില്ലാത്ത വിളിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മൂലക്ക് മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഇല്ലേ? അത് ഒറ്റയ്ക്ക് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കണില്ലെങ്കിൽ, അങ്ങനെയുള്ള നരകം പിടിച്ച വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവം അതിന് തീയിടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? വിശ്വാസം കൊടുത്തിട്ട് വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ. ആരാണ്ട് വായി നോക്കികൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ. എൻ്റെ മക്കളെ, വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. സഭയെ എതിർക്കുന്നവരും സഭയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഭയങ്കര രസമല്ലേ? അപ്പം അതൊക്കെ നമുക്ക് അഭിമാനം തോന്നണം. ഇപ്പം എനിക്കതിൻ്റെ ഒരു 100 വീഡിയോ കൃപാസനത്തിനെതിരെ ഉണ്ട്. എന്താ കാര്യം? അപ്പം അതിന് അത്രയെതിരെ ഉണ്ടായിട്ടും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. കർത്താവ് എന്താ പറഞ്ഞ അവസാനം വന്നപ്പോൾ? പല പ്രശ്നങ്ങളുണ്ട്. യുദാസുണ്ട്, പിലാത്തോസുണ്ട്. കൂട്ടം നിൽക്കുന്ന 10 ദിവസത്തിന് ചില സമയത്ത്